അതേസമയം കോൺഗ്രസിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസിലെ എംപിമാർ. ചില എംപിമാർക്ക് സംസ്ഥാന നിയമസഭയിൽ ഒന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്നൊരു മോഹം. ആരൊക്കെയാണ്? കണ്ണൂരിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് കെ സുധാകരൻ എംപിയാണ്. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം എംപിമാർ മത്സരിക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പുള്ളതിനാൽ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. റോഷിപാൽ, എംപിമാരുടെ മോഹം സംസ്ഥാനത്ത് വരിക, ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാൻ സാധിക്കും. അങ്ങനെ വന്നാൽ സർക്കാർ ഉണ്ടാവും, ആ സർക്കാരിൽ മന്ത്രിമാരാവുക എന്നുള്ളതാണ്. ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിയായിട്ടില്ല, ബെന്നി ബെഹനാൻ മന്ത്രിയായിട്ടില്ല, അടൂർ പ്രകാശ് മാത്രമാണ് ഇതിൽ മന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ ഒരു മന്ത്രിപദം കൂടി സ്വപ്നം കാണുന്നുണ്ട് ഈ നേതാക്കൾ. അതുകൊണ്ട് എം പി സ്ഥാനത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ചില മോഹിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. കെ സുധാകരൻ ആദ്യമേ തന്നെ ഈ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും, അല്ലേ ഋഷി? അരുൺകുമാർ, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാടാണ് നിർണായകം. കാരണം നിലവിൽ എം പിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകേണ്ടതില്ലെന്ന് പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തതാണ്. പക്ഷേ കേരളത്തിലെ സാഹചര്യം, പ്രത്യേക സാഹചര്യം കൂടെ പരിഗണിച്ച ചില എം പിമാർക്ക് മത്സരിക്കാൻ അനുമതി നൽകും എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നു. പക്ഷേ അതിന് കടുത്ത എതിർപ്പുമുണ്ട്. ഇപ്പോൾ മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സന്നദ്ധത നേരത്തെ അറിയിച്ചതാണ്. അങ്ങനെയാണ് തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് KPCC നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിലായിരിക്കും കെ സുധാകരൻ ജനവിധി തേടുക. കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. കൊടിക്കുന്നിൽ സുരേഷും ദീർഘകാലമായി പാർലമെന്റ് അംഗമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാനുള്ള താല്പര്യം അറിയിച്ചതാണ്. മറ്റൊരാൾ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് നേരത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, സംസ്ഥാന രാഷ്ട്രീയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി അടൂർ പ്രകാശിന്റെ ചുമതല പാർട്ടി ഏൽപ്പിക്കുകയായിരിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച് 2 തവണ അവിടെ നിന്നും വിജയിച്ച് പാർലമെന്റ് അംഗമായ സാഹചര്യമുണ്ട്. പക്ഷേ കോന്നിയിൽ മത്സരിച്ച് മണ്ഡലം പിടിച്ചെടുക്കാൻ അടൂർ പ്രകാശ് അല്ലാതെ മറ്റൊരാൾ ഇല്ല എന്ന ഒരു അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അങ്ങനെ തന്നെയാണ് ബെന്നി ബെഹനാന്റെ കാര്യം. ബെന്നി ബെഹനാൻ ഏറ്റവും മുതിർന്ന കോൺഗ്രസിലെ പരിചയസമ്പന്നനായ നേതാവാണ്. ബെന്നി ബെഹനാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്ന താല്പര്യം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ബെന്നി ബെഹനാൻ അങ്ങനെ മത്സരിക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ചാലക്കുടിയോ അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ബെന്നി ബെഹനാന്റെ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഏതെങ്കിലും മണ്ഡലത്തിലായിരിക്കും മത്സരിക്കാൻ സാധ്യത. അങ്ങനെ കോൺഗ്രസിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അല്ലെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി എം പിമാരെ ഇറക്കണമെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. ചില എം പിമാർ കളത്തിലിറങ്ങിയാൽ മാത്രമേ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയൂ. ചില നേതാക്കൾ ഇറങ്ങിയാൽ മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്ന LDFന്റെ കൈവശമുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടേക്കാണ് എം പിമാരെ ഇറക്കാനുള്ള താല്പര്യം ചില നേതാക്കളെങ്കിലും മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കെ സുധാകരനും അടൂർ പ്രകാശൊക്കെ സ്വമേധയാ തന്നെ മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചതാണ്. മറ്റു നേതാക്കളുടെയൊക്കെ പേര് നിർദ്ദേശിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പല നേതാക്കളുടെയും പേര്, MK രാഘവന്റെ പേര് കോഴിക്കോട് നിന്നും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അങ്ങനെ പലരുടെയും, അതേപോലെ പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ പേര് ഉയരുന്നുണ്ട്. അതേപോലെ ഹൈബിയുടെ പേര് അവിടെ എറണാകുളത്ത് പല മണ്ഡലങ്ങളിലും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അനുമതി നൽകേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ എം പിമാരും നിയമസഭയിലേക്ക് മത്സരിച്ചാൽ പാർലമെന്റിൽ കോൺഗ്രസ് ദുർബലമാകും എന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. റോഷി, അങ്ങനെയാണ് എംപിമാർ മത്സരിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാലും ഇക്കുറി ജയം ഉറപ്പാണെന്ന് UDFിലെ എല്ലാ കക്ഷികളും കരുതുന്നു.